നല്ല തണുപ്പാട്ടാ. ഡോറ് തുറക്കുമ്പോൾ ആ തണുപ്പ് അറിയുന്നത് നമ്മുടെ. ഇതവിടെ ഞാൻ 2 പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ നമ്മുടെ കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട്. ഇന്ന് ഫുഡ് വെച്ച് കൊടുക്കണം. ശരിക്കും സ്നോ ഒക്കെ വീഴുന്ന ദിവസങ്ങളിൽ അവർക്ക് ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതവിടെ ഇത് വീഴുന്നുണ്ടല്ലേ. അയ്യോ, എന്നിട്ട് സൗണ്ട് കേട്ടെ. ഇന്ന് ഭയങ്കര തണുപ്പാട്ടാ, സൂപ്പർ തണുപ്പാന്ന്. ഈ കസേരമ്മ സ്നോ വീണെടുക്കുന്ന നോക്കിക്ക്. ആ സ്റ്റൂളുമ്മ അത് ശരിക്കും ബ്ലാക്ക് ആയിട്ടാ, അതിൻ്റെ മുകളിൽ സ്നോ വീണിട്ട് ആ കളർ കണ്ടത്. ഇത് ശരിക്കും കുറച്ചിങ്ങനെ ഒരു കട്ടിയായിട്ടാട്ടോ വീഴണത്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പഞ്ഞി പോലത്തെ ഇതല്ല. നമ്മുടെ നാട്ടിലേക്ക് ഹേല് വീണെന്ന് പറയില്ലേ, അത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ ആയിരിക്കുമല്ലോ. ഇത് അതിലും കുറച്ചും കൂടി തരിയായിട്ട്, രണ്ടിലും നടുക്ക് നിൽക്കണ പോലെ. നമുക്ക് ബാൽക്കണിയിൽ പോയിട്ടൊന്ന് നോക്കാം. മുകളിൽ ഡ്രസ്സുകൾ ലോണ്ടറി ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കെന്താ, നേരം കിട്ടുമ്പോൾ എടുത്ത് മടക്കണം. എല്ലാവരുടെയും ഓരോരുത്തരെടുത്ത് മടക്കിക്കോളൂ കേട്ടോ. ഇതിനകത്ത് കൂടുതലിരിക്കുന്ന പോൾസാൻ്റെ ഡ്രസ്സുകൾ. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് മടക്കിയിട്ടുണ്ടായിരുന്നു. പോൾസാനോട് ഇല്ലാന്നുള്ളത് നാട്ടിൽ പോയേക്കാന്ന് പറഞ്ഞില്ലേ. നമുക്ക് മുകളില ബാൽക്കണിയിൽ ഒന്ന് നോക്കാം. ചിമ്പൂടി ഇല്ല കേട്ടോ. ഞാൻ കരുതി അവനെ ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കാണാനില്ല അവനെ. ഞാൻ മുകളിൽ ബാൽക്കണിയിൽ നിന്നിട്ടേ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമ്മളിവിടുത്തെ ഈ റൂഫുമ്മയ്ക്ക് നോക്കിക്ക് ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് അധികം സ്നോ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല കേട്ടോ. എനിക്കാണ് ഒരുപാട് അങ്ങോട്ട് വീടില്ലാന്ന് തോന്നുന്നു. ശരിക്കും സമ്മറൊക്കെ ആകുമ്പോൾ നിറച്ചും മരത്തിൻ്റെ ഇലകളൊക്കെ ആയിട്ട് വേറൊരു ഭംഗിയാണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആകെ മരങ്ങളും മറ്റെണ്ണത്തുമ്മേ മരത്തുമ്മേ ഇലകളില്ല. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്ന ഈ മരങ്ങളുമ്പോൾ മാത്രമല്ലേ ഇലകളുള്ളൂ. അവിടെ കിളികളെ കിടന്നിട്ട് പറക്കണുണ്ട് കേട്ടോ. ആ പോണു കുറേ കിളികൾ കൂട്ടായിട്ട്. കിട്ടിയില്ലെന്ന് നോക്കിയാൽ പറയും. പിന്നെ അധികം സ്നോ വീഴാതെ തന്നെ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയില്ല. കാരണം പിന്നെ മരത്തിൻ്റെ ഇലകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഭംഗി അത്രയ്ക്കാണ്ട് വരുന്നില്ല. എന്നാലും സ്നോ വീഴൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ക്യാമറയിൽ എന്തോരം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്ന്. ഈ നമ്മുടെ കാർമയ്ക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വാ, ഞാൻ വെള്ളം എടുക്കട്ടെ. വാ, വെള്ളം കുടിച്ചിട്ട് വരാം. വാ, ഇങ്ങോട്ടേ നേരത്തെ അങ്ങോട്ട് പുറത്തേക്ക് പോയത് നേരത്തേക്ക് സ്നോ വീണിട്ടാണ് ആളെ എത്തിയേക്കണത്. ഇപ്പം തന്നെ അയച്ചിട്ടുള്ളൂല്ലോ. ആളപ്പേക്ക് ഓടി എത്തി. പോയിട്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നേരത്തേക്ക് സ്നോ വീണെടുക്കാണ്. എനിക്കാർക്കന്നെ തുറച്ചുകൊടുക്കണം. നീ കയറി. ചിമ്പുവിനൊന്നും ഇവിടെ കാണാനേ ഇല്ല. എനിക്കാണ് അവരൊക്കെ ഗ്രീൻ ഹൗസിലായിരിക്കും ചിലപ്പോൾ. താറാവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോ വീഴുന്നത്. അതിനകത്ത് കളിച്ചോണ്ടിരിക്കുക. ഞാനിവിടുത്തെ ഇത് നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് നല്ല രസമാണ്. പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴല്ലോ ഇപ്പൊ കുറച്ചും കൂടി നല്ല ശക്തിയായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അവര് താറാവുകൾ അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വീഡിയോ എടുക്കായിരുന്നു. എന്താ ചെറുകിട്ടടിക്കണേ. ഓടി കളിക്കുന്നു. കോഴികളെ ഒറ്റണത്തിനും കാണാനില്ല കേട്ടോ. ഇത് ഭംഗിയല്ലേ വീണത് കാണാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ചിമ്പൂട്ടൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും അത്യാവശ്യം നന്നായിട്ട് സ്നോ വീണിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടേക്ക് ഒന്ന് പോട്ടെ. ചിമ്പ് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഡോർ തുറന്നിട്ടില്ല കേട്ടോ. ഡോർ തുറന്നാൽ അവൻ ചാടി അകത്തേക്ക് കയറും. ചിമ്പൂട്ടാ തണുക്കണുണ്ടടാ. ചിമ്പുവിന് പിന്നെ മേത്ത് നല്ല നല്ല ബ്ലാങ്കറ്റ് നല്ല കംഫർട്ട് ഇട്ടേക്കണ പോലെയാ. അവനങ്ങനെ വലിയ തണുക്കും തോന്നണില്ല. എടുക്കുമ്പോ തീരെ കനലിട്ടവനെ. എൻ്റെ മേത്ത് ഇതേപോലെ നിറച്ചുണ്ട് ഇവൻ്റെ രോമം. സ്നോ നോക്കിക്ക് ഇപ്പൊ നന്നായിട്ട് വീണിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. കിളികൾക്ക് തീറ്റ വെച്ച് കൊടുത്തില്ല, സമയം കിട്ടില്ല. നേരത്തെ നന്നായിട്ട് വീഴുണ്ടായിരുന്നു, ഇപ്പൊ അധികാണ്ട് വീഴുന്നില്ല. നമ്മള് ആ സ്റ്റൂള് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും നോക്കി അത്യാവശ്യം നല്ല തിക്കായിട്ട് വീണിട്ടല്ലോ. ഇങ്ങനെ വീണാണ്ട് ഇരിക്കുന്നുണ്ട്. ഇത് ചിമ്പൂട്ടാ ദേ മരത്തമ്മയ്ക്കാണ് സ്നോ പിടിച്ചിരിക്കണ നോക്കിക്ക്. ഓ നമ്മുടെ റോസ് നോക്കിക്കേ, നമ്മുടെ ചുവന്ന പൂണ്ടാണ് റോസ്. അതൊന്നും നോക്കിക്ക് ഒരു മുട്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വരുന്നില്ല. അതാണ് നോക്കിക്ക് ഇത്ര തണുപ്പ് ആയിട്ട് അതിന് കുറെ ഇലകൾ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ റോസിന് തണുപ്പ് അത്രയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ഇനിയിപ്പോൾ റോസ് ഇങ്ങനെ ഐസ് വീണിരുന്നാൽ അടുത്ത വർഷത്തേക്ക് ഇതിങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നാലും നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് റോസിന് നന്നായിട്ട് പോകുന്നുണ്ടാവും. ഇവണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നവംബർ ഡിസംബർ മാസത്തിലേക്കും ചിലപ്പോൾ നന്നായിട്ട് റോസിന് പോകുന്നുണ്ടാവും. അവരൊക്കെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ്. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് തണുപ്പുണ്ടാവില്ലേ. അമ്മ ശരിക്കും നല്ല കനുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കണം. ഇപ്പൊ നമ്മള് ഇതേപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് അതിനിപ്പോൾ കുറേ നാളായിട്ടുണ്ട്. നമ്മള് ഇതിനു മുമ്പ് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയ്ക്ക് ഇതായിട്ട് നിങ്ങളായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും വർത്താനം നമ്മൾ പറയണമെന്നുണ്ടായിരുന്നു വീഡിയോയിൽ. ക്രിസ്മസിൻ്റെ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. ഇപ്പം ഞാൻ ചെറുതായിട്ട് കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഓർഡർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കാണ് ആവാറ്. പിന്നെ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയിരുന്നപ്പോഴായിരുന്നാലും നല്ല തിരക്കായിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വരാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. പിന്നെ ഒരു നല്ല റെസിപ്പികൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മിയാക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കണം. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ നമ്മൾ ഈ ക്രിസ്മസിന് ഉണ്ടാക്കണ പ്ലം കേക്ക് ഉണ്ടല്ലോ, എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വൈനിൽ മുക്കിയിട്ടാണ് എനിക്ക് സാധാരണ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. പക്ഷേ ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഉണ്ടാക്കിയവരൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പോകണോ വിശേഷങ്ങൾ. ഇപ്പോൾ നല്ല തണുപ്പാണ്, പുറത്ത് സ്നോ വീണിട്ടുണ്ട്. ഞാൻ കാണിക്കട്ടെ നിങ്ങളതിനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നത്, വീഡിയോസുകളൊക്കെ ആയിട്ട് വരാണ്ടിരുന്നത്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ എന്നെ അന്വേഷിക്കാറുണ്ടായിരുന്നു. വാട്സപ്പിലേക്ക് മെസ്സേജ് വെച്ചിട്ട് എന്താ വരാത്ത, ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഒക്കെ വെച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഴിയുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ ഈ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളതിന് വേറെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ, മത്തങ്ങ. അത് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ എരിശ്ശേരിക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന മത്തങ്ങ മറ്റേ യെല്ലോ കളറാണല്ലോ, യെല്ലോ കളറ്. ഇതിനെ ശരിക്കും കമ്പോച്ചിയ എന്നാട്ടെ ഇതിനെ പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ നാടൻ മത്തങ്ങേനേക്കാളും ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് ഉടഞ്ഞു പോവില്ല. നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു സാധനം അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ബേസ്മെന്റിൽ ഇരിക്കുന്നത് ബട്ടർ സ്കോഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം നമ്മൾ ഇവിടെ കുറെ കൃഷി ചെയ്തിട്ട് എടുക്കാറില്ല. ഒരു മഞ്ഞ കളറായിട്ടുള്ളത് ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു എൻ്റെ നടുക്ക് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് മാറിയിട്ട് ഇങ്ങനെ വരുന്നത്. അതിനും മത്തങ്ങയുടെ തന്നെ ടേസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നാട്ടിലേക്ക് കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും മത്തങ്ങയുടെ പോലെ ഇരിക്കും. ബട്ടർ സ്കോച്ച് ഇതേപോലെയല്ല ഇരിക്കുന്നത്, നീണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതിനും ഏതാണ്ട് അതേപോലെ തന്നെ ഒരു ടേസ്റ്റാണ്. മത്തങ്ങയൊക്കെ നമ്മൾ കറിയിലിടുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു പോയില്ലേ, പക്ഷേ ഇതിങ്ങനെ ഉടഞ്ഞു പോയില്ല. പക്ഷെ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. ഇതായിരുന്നാലും കഴിക്കുമ്പോൾ മത്തങ്ങേനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് പിള്ളേര് ബർത്ത്ഡേക്ക് സർപ്രൈസ് പാർട്ടി തന്നിട്ട് നമ്മൾ വേറൊരു വെക്കേഷൻ ഹോമിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്രയ്ക്ക് വലുതൊന്നായിരുന്നില്ല, ഇതിൻ്റെ ഒരു പകുതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അന്ന് ഞാൻ അതിൻ്റെ കുരു കൊണ്ടുവന്നിട്ട് നട്ടതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവും വിചാരിക്കണം. അതിന് ഗ്രീൻ ഹൗസിൽ നമുക്ക് ഉണ്ടായി വേറെ രണ്ടുമൂന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിന് അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞാണ് നമുക്ക് ഇതേപോലെ ഇത്രയ്ക്ക് വലിപ്പം വെച്ച് കിട്ടിയത്. ഇതിന് നമ്മുടെ സാധാരണ മത്തങ്ങയ്ക്ക് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അധികം കട്ടി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് ഭയങ്കര വെയിറ്റ് ആട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം പൊന്തില്ല. എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് നോക്കണ സ്കെയിലുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് പറയട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല എന്തോരം ഉണ്ടെന്നുള്ളത്. ആ സ്കെയിലുമ്പോൾ ഇത് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നോട്ടേട്ടാ, നോക്കിയിട്ട് ഞാൻ പറയാം എത്ര പൗണ്ടാണ്. എനിക്കും ഒന്നും അറിയണമെന്നുണ്ടായിരുന്നു. അയ്യോ, ഓക്കെ, കിലോയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പറയാടാ. നല്ല കന ഈ സാധനം. എൻ്റെ അമ്പോ. ഓക്കെ, 10,420. അപ്പൊ ഒരു 10 കിലോ ഉണ്ട്. നാട്ടിൽ മത്തങ്ങയ്ക്ക് എത്ര കിലോ ഉണ്ടാവുമെന്ന് എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. അപ്പൊ അതാണ് സാധനം. ഇതുമേ ഉണ്ടല്ലോ ചെറുതായിട്ടൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ അത് നമ്മൾ പറിച്ചു വെച്ചിട്ട് ഇപ്പൊ 2 മാസം ആയിട്ടുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് അങ്ങനെ നാശമായി പോകുന്നു. നാശമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം സ്മെല്ലൊന്നും വരണമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു മത്തങ്ങ വെച്ചിട്ട് നമ്മുടെ ഒരു നാടൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സ്നോ വീണോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വേറെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിൽ പോണതിന് മുമ്പ് ഇത് എനിക്ക് പോസ്റ്റ് വഴി വന്നതാണ്. ഇവിടെ അമേരിക്കയിൽ തന്നെ ഇത് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. ഇത് കത്തിയാട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഇതെന്നും ഇപ്പൊ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഞാൻ പല സാധനങ്ങളൊക്കെ കട്ട് ചെയ്തപ്പോഴും ഇതെനിക്ക് തുറക്കണം എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ കൂടി കാണിച്ചിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. അവർ ഇതിനു മുമ്പ് നമുക്ക് വേറെ കത്തികൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. TRS എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പുറത്തിരുന്നിട്ട് അത് തുറന്ന് നിങ്ങൾ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാനർച്ചിക്ക് അത് വെച്ചിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. 3 കത്തി അന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഭയങ്കര ഒരു വാള് പോലെ ഇരിക്കുന്ന വലിയൊരു കത്തിയായിരുന്നു. അത് നമുക്ക് വീട്ടിലങ്ങനെ അധികം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ കത്തിയല്ല. എനിക്ക് അവിടെ ഹണ്ടിങ്ങിനൊക്കെ പോണ ആൾക്കാർക്ക് ഇങ്ങനെ വലിയ മൃഗങ്ങളെയൊക്കെ കട്ട് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ കത്തി നമ്മൾ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ വേറൊരു കത്തി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുണ്ട് കേട്ടോ. അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കത്തി അതിനകത്ത് സോൾഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ വേറൊരു കത്തിയും അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കുഞ്ഞു കത്തി. ഇതിന് നല്ല മൂർച്ചയുണ്ട് കേട്ടോ, നല്ല സൂപ്പർ കത്തിയുടെ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു മത്തങ്ങ കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ ഞങ്ങൾ കപ്പല് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് കാരണം കത്തി അവരെൻ്റെ അടുത്ത് വന്നതേ ഇത് വെച്ചിട്ട് എനിക്ക് മീനും സാധനങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കത്തിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഇത് കിട്ടേട്ടാ. കത്രിക എവിടെയാണാവോ ഈ അലീന ഇവിടെ നിന്നിട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴേ കത്തി എങ്ങനെ പിന്നെ വേറൊരു കത്തി ഞാൻ ഇവിടെ ഇതാണ് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഉള്ള ഒരു കത്തി ഉള്ളത്. എനിക്ക് ഇനി ഈ ക്രിസ്മസിനല്ല അതിന് മുമ്പത്തെ ക്രിസ്മസിന് തന്നിട്ടുണ്ടായിരുന്നു. ഇതും നല്ല കത്തിയായിരുന്നു. ആ കത്തി ഞാൻ വലിയ മീനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഈ കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് എനിക്ക് അങ്ങനെ ഇങ്ങനെ ബീഫൊക്കെ ചെറുതായിട്ട് മുറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കത്തിനെ എടുക്കാറ്. ഇതിൻ്റെയും ലിങ്ക് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ലിങ്ക് ഏതാന്ന് അല്ല ഏത് ബ്രാൻഡാന്ന് ഞാൻ അത്രയ്ക്ക് ഓർക്കുന്നില്ല. എഴുതിയിട്ടുണ്ടോ? അതും നല്ല കത്തിയാണ്. ഇതും നല്ല കത്തി. ഓ തുറക്കട്ടെ. ഞാൻ ഇന്നെന്തായിരുന്നാലും വീഡിയോ ഒരുപാട് വൈകിക്കേണ്ട ചെറിയ വീഡിയോകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം
ചിലവർക്ക് ചിലപ്പോൾ അവിടെ ഇരിക്കട്ടെ. വീഡിയോ കുറേയൊക്കെ ആകുമ്പോൾ ചിലർ ഇഷ്ടമാണ്. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ നെറ്റൊക്കെ ഇത് തീർന്നു പോകും, വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കില്ലെന്ന് പറയാറുണ്ട്. എന്തായിരുന്നാലും ഞാൻ ഒരുപാട് ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടില്ല. എന്തായിരുന്നാലും കത്തി എടുക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഭയങ്കര ആകാംക്ഷയുണ്ട് കത്തി എങ്ങനെ ഇരിക്കുക എന്നുള്ളത്. കുറേ ക്ലാസ് സൂപ്പർ കത്തിയാട്ടാ. ഇതേപോലത്തെ തന്നെ കത്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് കത്തിയാണ് എനിക്ക് എപ്പോഴും ഉപകാരം കൂടുതലുണ്ടാവണേ. കാരണം മീറ്റൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിരുന്നാലും ഇപ്പോൾ പ്രത്യേകിച്ച് കാറ്ററിംഗ് തുടങ്ങിയ സമയത്ത് മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ എടുക്കണ കത്തിയാണിത്. ഇത് അതേപോലത്തെ തന്നെ സൂപ്പർ കത്തിയാട്ടാ. കാണിക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടാ ഈ കത്തി. ഈ കത്തി പിടിക്കുമ്പോൾ വെയിറ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ പിടുത്തത്തിൻ്റെ പറ്റിയോ സ്റ്റീലിൻ്റെ ഇതാണെന്ന് എനിക്കറിയത്തില്ല. അത് ഇതിന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കത്തി കണ്ടിട്ട് ആവും എന്താ ഭംഗി. ഇത് നല്ല ഇങ്ങനെ സാധനമൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കത്തിയായിരിക്കും. ഈ കത്തി പറഞ്ഞാൽ പുതിയ കത്തിയൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാരണം പേടിയാ കൈ അങ്ങനെ മുറിയൊന്ന്. ഇതാണ് നമ്മുടെ കത്തി. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ പംകിൻ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. അതിന് പിടുത്തത്തിനൊക്കെ ഒരിതുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ആ കൈയുടെ ഇത് പിടിക്കാനുള്ള അതൊക്കെ ആയിട്ട് ആ ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ പിടുത്തം റെഡി ആക്കിയിരിക്കുന്നത്. തീരെ കനം കുറവാട്ടാ. നല്ല കത്തിയാണ്. ഇതിൻ്റെ സ്റ്റീലിനായിരുന്നാലും എന്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് അവരന്ന് അയച്ചു തന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ ഒരു സ്റ്റീലാണ്. ഞാനത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം. നല്ല സൂപ്പർ നല്ല കത്തിയാണ്. ഇതിന് പക്ഷേ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ ഈ കത്തിക്ക്. എനിക്ക് തോന്നുന്നു ഈ കത്തിക്ക് $250 എങ്ങാണ്ടായിരുന്നു ഈ കത്തിയുടെ വില. പക്ഷെ അത് അവരുടെ സോൾഡ് ഔട്ട് ആയിയൊക്കെ ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തേ. സത്യം പറഞ്ഞാൽ മത്തങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കത്തി എന്ന് വെച്ചിട്ട് നല്ല സൂപ്പർ കത്തി തന്നെയാണ്. മത്തങ്ങയ്ക്ക് ശരിക്കും ഭയങ്കര തോടിന് ഭയങ്കര കട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് ശരിക്കും നല്ല കനം കുറവുണ്ടായിട്ട്. വിലയൊന്നും എനിക്കറിയില്ല. ഞാൻ കത്തി പറഞ്ഞാൽ നമ്മൾ കവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കത്തി നോക്കണം എന്താ വില എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കി വിലയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല കനം കുറവുണ്ട്. ഇങ്ങനത്തെ ഇത്രയ്ക്കും ഇത് അത്യാവശ്യം നല്ല വിലയൊക്കെയുള്ള കത്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും നല്ല നല്ല സൂപ്പർ സ്റ്റീലായിരിക്കും. അങ്ങനെ മൂർച്ചയൊന്നും പോവില്ല. ഓക്കെ. പിന്നെ ഈ മത്തങ്ങയ്ക്ക് ഉണ്ടല്ലോ നല്ല കളറായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ മത്തങ്ങേനേക്കാളും അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് നമ്മുടെ നാട്ടിലെ മത്തങ്ങയ്ക്ക് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ മാറ്റി കളയാന്നല്ല കേട്ടോ പറയുന്നത്. ഇതിപ്പോ നാട്ടിലൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടാവും കേട്ടോ. എനിക്ക് നാട്ടില് നമ്മുടെ ഇടയ്ക്കൊക്കെ അല്ലേ പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ അറിയത്തില്ല. എന്നാലും നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നല്ല ഇതിനിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാശമായി പോകും. അപ്പം ഞാൻ ഇതിനെ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം ചെയ്യണില്ല, നിങ്ങൾ പേടിക്കണ്ട. നല്ല നോക്കിയേ ഇതിൻ്റെ കളറ് ശരിക്കും അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അറിയില്ല. ക്യാമറയിലാകുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള കളർ കാണില്ല. ഞാൻ ഫോണിൽ എടുത്തിട്ട് കാണിക്കട്ടെ. നല്ല സൂപ്പർ നല്ല നൂറുള്ള നല്ല സൂപ്പർ നമ്മുടെ മത്തങ്ങയാണ്. ഇതിൻ്റെ കുരുവൊക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാവാനും പറ്റും. ഇതിന് തൊണ്ടിന് തീരെ കനം കുറവായിരിക്കും. ഓക്കെ. അപ്പം ഇനി നമ്മുടെ എൻ്റെ പഴയ കത്തി വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തോട്ടെ. ഈ കത്തിയുടെ മുറിച്ച് തന്നെയുണ്ടെന്ന് അറിയണമല്ലോ. ഇതിനത്രയ്ക്ക് ഇതിൻ്റെ അത്രയ്ക്ക് മുറിച്ചില്ല കേട്ടോ. ഇത് ഇതിനും മൂർച്ചയുണ്ട്. പക്ഷെ മറ്റേ കത്തിക്ക് കുറച്ച് നല്ല കനം കുറവുണ്ട്. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. അതിന് നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നല്ല നല്ല മൂർച്ചയുണ്ട്. ഇതും എൻ്റെ നല്ല കത്തി തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു
അടിപൊളി. എനിക്ക് പിന്നെ ഈ ഹാൻഡിലൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലൈറ്റ് വെയ്റ്റും ഈ കൂടുതൽ ഞാൻ അതിനെ വർണ്ണിക്കണില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ മത്തങ്ങ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നമുക്ക് മതി. ഇത് ഉണ്ടല്ലോ ബേക്ക് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അതേപോലെ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആയിരുന്നാലും ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇനി എവിടെയെങ്കിലും കടയിൽ കാണുമ്പോൾ കംബോച്ചിയ അതാണ് ഇതിൻ്റെ പേര്. KANBOCHA എന്നെ തോന്നുന്നു, കംബോച്ചിയ എന്നെ തോന്നുന്നുണ്ടാ. എൻ്റെ സ്പെല്ലിങ് ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങയുടെ ബാക്കിയുള്ളത്. കാണണ്ട, നല്ല വെയിറ്റാണ്. ഈ മത്തങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വർത്താനം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നേരം കുറേ നമ്മുടെ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഞാൻ ഹീറ്റർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അകത്ത് നമുക്ക് ഹീറ്റർ എല്ലായിടത്തും റൂം ചൂടാക്കണ ഹീറ്റർ ഉണ്ട്. അത് എല്ലാവരും വീടുകളിലുണ്ടാവും. അത് നമുക്ക് ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹീറ്റർ ഒരുപാട് കൂട്ടി വെച്ചിട്ടില്ല. ഇവിടെ ചെറിയൊരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. പുറത്ത് സ്നോ വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ കുമ്പളങ്ങ കൃഷി ചെയ്തിട്ട്. അപ്പോൾ അയാൾ പറയായിരുന്നേ അത് കുമ്പളങ്ങ ഭയങ്കര വലിയ കുമ്പളങ്ങ. എനിക്ക് തോന്നുന്നു അയാൾ പറയണ്ടായിരുന്നു ഒരു കുമ്പളങ്ങ എനിക്ക് തോന്നുന്നു 8-9 കിലോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കടയിലേക്ക് വാങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് അത് പറയാണ്. അതിൻ്റെ കാരണം ഈ കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും ആ മത്തങ്ങ വാങ്ങണില്ല. കാരണം കടക്കാർ കൊണ്ടുവരുമ്പോൾ പറയുന്നത് അവർക്ക് വേണ്ട. കാരണം ഈ മത്തങ്ങ ഒരു ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് നാശമായി പോകും. പെട്ടെന്ന് മത്തങ്ങയല്ല കുമ്പളങ്ങ പെട്ടെന്ന് നാശമായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കടക്കാർക്കൊക്കെ ആയിരുന്നാലും ഈ ചെറിയ ടൈപ്പ് കുമ്പളങ്ങ മതി. നമ്മുടെ നാടൻ കുമ്പളങ്ങ എന്ന് പറയുന്നത് വലിയ കുമ്പളങ്ങ. അപ്പോൾ അയാളുടെ ഈ കൃഷി സ്ഥലത്ത് ഈ കുമ്പളങ്ങ കണ്ടമാനം കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാ എല്ലാവരും ഭയങ്കര നഷ്ടമായി എന്ന് പറയാണ്. ഈ വലിയ കുമ്പളങ്ങയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ചെറിയ ടൈപ്പ് കുമ്പളങ്ങയൊക്കെ ഉണ്ടല്ലോ, നെയ്ക്കുമ്പളം അതൊക്കെ, അത് നമുക്ക് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെറിയ ടൈപ്പ് കുമ്പളങ്ങ അതൊക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലതാണ്. കാരണം മത്തങ്ങ അത്രയും പെട്ടെന്ന് കത്തിക്ക് നല്ല കുറച്ചിട്ടുണ്ട് കേട്ടോ. ഈ മത്തങ്ങ അത്രയ്ക്ക് പെട്ടെന്ന് കേടുവരില്ല. പക്ഷേ കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് കേടുവരില്ല. ഈ വലിയ വലിയ കുമ്പളങ്ങയൊക്കെ വെക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ നെയ്ക്കുമ്പളങ്ങ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല എന്നാണ്. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാനങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. കാരണം ആ കുമ്പളങ്ങയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് വെക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാർ ആ കുമ്പളങ്ങയൊക്കെ ഇനി വെക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷെ മത്തങ്ങാനും പെട്ടെന്ന് കേടുവരില്ല. എനിക്ക് പുതിയ കത്തിയത് പറഞ്ഞത് വെച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പേടിയാണ്. അതെ, അപ്പോൾ ഇതിന് ഞാൻ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ മറ്റേ നീളം കത്തി ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയായിരുന്നു ഇതിൻ്റെ വെട്ട് വീണിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നല്ല സൂപ്പർ കത്തി, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ നോക്കി ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ തുള്ളി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് സ്നോ കൈമേ കൊണ്ടില്ല, ചെറുതായിട്ടൊരു കുഞ്ഞൊരു കുത്തി, ചെറുതായിട്ടൊരു ചോര പൊടിഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ കുത്തിയില്ല. ഈ മുല കൊണ്ടതാണ് ഭയങ്കര ഷാർപ്പാട്ടാ. നോക്കണം, നമുക്ക് ചെയ്യണം. മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ വർത്താനം പറഞ്ഞ് വാചകമൊക്കെ അടിച്ച് നോക്കിയിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വന്നിട്ട് ഇത് കുറച്ച് എടുത്ത് എനിക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ബേക്ക് ചെയ്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ. പക്ഷെ നാടൻ മത്തങ്ങ എനിക്ക് തോന്നുന്നു ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഇതിൻ്റെ ആ 100-ന് വ്യത്യാസം ഉണ്ടെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനെ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഇത് ചെറുതായിട്ട് കട്ട് വീണിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാണ്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും എല്ലാവരും സുഖമായിട്ടിരിക്കണം. എല്ലാവരെയും ഞാൻ നിങ്ങളതിനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മറ്റേ പൂച്ചകളൊക്കെ വലുതായിട്ടോ. നിങ്ങൾ ഭയങ്കര രസമായിട്ടോ. നിങ്ങൾ അതിനകത്ത് നമ്മൾ അവർക്ക് പേരിട്ടിട്ടുണ്ട്. ഒരാളുടെ പേര്, ഒരാൾ നമുക്ക് തോന്നണം കണ്ടിട്ട് പെണ്ണാന്ന് തോന്നണം.
ഒരു വെള്ള കളറായിട്ടുള്ള ഒരു പൂച്ചയുണ്ടല്ലോ, ആ പൂച്ചയ്ക്ക് നമ്മൾ പേരിട്ടേക്കുന്നത് കാജൽ എന്നാണ് ഇട്ടേക്കുന്നത്. അവിടെ ഒരു കളർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കാജൽ എന്ന് ഇട്ടു. പിന്നെ ഡബിൾ ഷെയ്ഡായിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ വേറൊരു കളറൊക്കെ ആയിട്ട് എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോര വരുന്നുണ്ട്, ചെറുതായിട്ടൊരു കുത്തുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ചോര എന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു പൊട്ട് വീണിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മീറ്റ് ഇതൊക്കെ സാധനങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കത്തിയ. എനിക്ക് ഇത് മാറ്റിയില്ലേ, ഇതിന് അത്രയധികം മൂർച്ചയില്ല. നമ്മുടെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കത്തിയാണ് നല്ലത്. മറ്റേത് നമുക്ക് മീറ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പൊ മറ്റേ പൂച്ചയുടെ പേര് ഇട്ടേക്കുന്നത് ക്യാഷ് എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരാളുടെ പേര് ക്യാഷും ഒരാളുടെ പേര് കാജലും. ഇപ്പോൾ കാജൽ നമ്മളായിട്ട് കുറച്ച് അടുപ്പായിട്ടുണ്ട്, നമ്മളതിനെ ഇങ്ങനെ തൊടാനൊക്കെ ഒന്ന് സമ്മതിക്കും. ആദ്യമായിട്ട് നമ്മൾ ഇപ്പം എന്നും ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെന്താ ഫുഡ് കൊടുക്കാത്തതെന്ന്. കാരണം അവർക്ക് തന്നെ അവരുടെ അമ്മയൊക്കെ എനിക്ക് തോന്നണു ആരും വളർത്തുന്നല്ലാന്ന് തോന്നണു. അത് ഇവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പിടിച്ച് തിന്നിട്ട് അങ്ങനെ ഒരു ജീവിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇവർ ചെറുപ്പത്തിലേ അങ്ങനെ പഠിച്ചാലല്ലേ അവർക്ക്, പിന്നെ നമ്മൾ ചിലപ്പോൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ ഇവർക്ക് എപ്പോഴും നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ എലീനെ എന്തിനേലും സാധനത്തിനൊക്കെ പിടിച്ച് അവൻ കഴിക്കും. അപ്പോൾ ഈ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി നമ്മളിങ്ങനെ ചിമ്പൂന് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാളുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ പോകുമ്പോൾ ആരെങ്കിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിനെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുമായിരുന്നു. പിന്നെ ചിമ്പു നമ്മൾ നോക്കിയപ്പോൾ അവനെ ഒരു ദിവസം വെളിയിലേക്ക് പിടിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ വിചാരിക്കും അവർ കുറച്ച് തീരെ ഫുഡൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ വിചാരിക്കും അങ്ങനെ അവർ തന്നെ ചെറുപ്പത്തിലേ പഠിച്ചാലല്ലേ പഠിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അധികം കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങൾ രാത്രി അവർ ഉറങ്ങില്ല കേട്ടോ. രാത്രി അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പേടിയാന്ന് തോന്നുന്നു. രാത്രി ഒരു ഓക്കെ, രാത്രി ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ ഉണ്ടാവും. ഒരു 8 മണി വരെ നമ്മുടെ ഇവിടെ ഗ്ലാസ് ഡോർ ഉണ്ടല്ലോ, അവിടെ തന്നെ നിൽക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഗ്രീൻ ഹൗസിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ അത് പകൽ മൊത്തം ഉറക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 4:45 കറക്റ്റ് അപ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങും. ഇപ്പോൾ 4:00 ഇരുട്ടാവും. ഇവിടെ തണുപ്പ് വെള്ളം 4:45 രണ്ടെണ്ണം വരും. വന്നിട്ട് ആ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കും. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർ അവിടെ നമ്മളുടെ ഗസീബൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരിക്കും. അത് നേരം എടുത്ത് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 7-8 മണിയാകുമ്പോൾ പിന്നെ അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെയാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള അവരുടെ റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകണം. അതിൻ്റെ അമ്മ പൂച്ചേനെ ഇത് മത്തങ്ങ കൂടുതലുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല. ഇതിന് കുറച്ച് ഞാൻ എടുക്കണം. ഇത് പറയും നമുക്കൊരു ഞാൻ വെയിറ്റ് നോക്കിയിട്ട് പറയാം എന്തോരം എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആസ്പിൻ കുട്ടൻ സുഖമായിട്ടിരിക്കുന്നു. ആസ്പിന് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അതൊരു കരച്ചിലായിരുന്നു. അതിന് ഞാൻ അവനെ പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അവൻ സ്നോയിലേക്ക് പോയിട്ട് കളിച്ചിട്ട് വരട്ടെ. കാരണം അല്ലെങ്കിൽ അവനവിടെ നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ശരിയും ചെയ്യും. ചിമ്പൂട്ടനും സുഖമായിട്ടിരിക്കണം. പിന്നെ പോൾസേട്ടന് നാട്ടിൽ പോയേക്കാണ്. നീയും പോൾസേട്ടനും നാട്ടിലാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. വേറെ ഒന്നിട്ട് വേറെ വിശേഷമൊന്നുമില്ല. നമ്മളൊക്കെ വീഡിയോസുകളൊക്കെ ചെയ്തുകൊണ്ട് കുറേ നാളായതുകൊണ്ട് തന്നെ പറഞ്ഞാൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം എല്ലാവരും ഞാൻ പറയുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. താറാവൾക്ക് കുറച്ചും കൂടി നല്ല ശക്തിയായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെയാണുള്ള മത്തങ്ങയൊക്കെ ഞാൻ കട്ടൊക്കെ ചെയ്ത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഒരു 3/4 കിലോ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 1/2 കിലോണ് എടുക്കുന്നത്, കാരണം അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ പോൾസെണ്ണൊന്നും ഇല്ലയെന്ന് പറയില്ല. പിന്നെ നീനയും പിന്നെ അലീനയും കൂടെ ഉള്ളത്, അവർ ഇങ്ങനത്തെ കറികളൊന്നും അധികം കഴിക്കില്ല. ഇത് ശരിക്കുണ്ടല്ലോ പുറത്ത് സ്നോ വീണത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇപ്പോൾ ശരിക്കും ഈ സമയത്ത് ഇത് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി ശരിക്കും കഴിക്കേണ്ടത്. ചിക്കൻ വെച്ചിട്ട് ഇതും കൂടി ഇട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയില്ലേ. കാരണം ഇതിന് ഉടഞ്ഞു പോവില്ല, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് വരില്ല. കാരണം ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഉള്ളി ഇങ്ങനെ നല്ല കട്ടി ഉണ്ടാവും, ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ അരിഞ്ഞു പോകും.
ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ സൂപ്പ് ഉണ്ടാക്കണില്ല, ഇന്ന് നമുക്ക് കറി റെഡിയാക്കാം. നമ്മുടെ ചോറ് കൂട്ടിയിട്ട് കറി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നാടൻ കറിയുള്ള അത് നമുക്ക് മൺചട്ടിയിൽ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, കാരണം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സാധാരണ മത്തങ്ങ വെച്ചിട്ട് ഇങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടാ. ഏത് മത്തങ്ങനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ബട്ടർ സ്കോഷ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. നാട്ടിലും ബട്ടർ സ്കോഷ് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മത്തങ്ങേനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ സ്കോഷിന്റെ വിത്തൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വെറുതെ പറമ്പിൽ നട്ടാൽ മതി, നന്നായിട്ട് ഉണ്ടായിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടാ. കാരണം ഇതിലേക്ക് നമ്മളതിനെ മുളക് പൊടി ചേർക്കണില്ല, ഒരു ചെറുതായിട്ട് ഒരു കളറിന് മാത്രം ഒരു പേടിച്ച് ഒരു ഇച്ചിരി മുളക് പൊടി ചേർക്കണുള്ളൂ. പിന്നെ ഇങ്ങനത്തെ കറികളൊക്കെ ആകുമ്പോൾ ഒരു നമ്മുടെ നാടൻ കറിയല്ല, അപ്പോൾ ഒരു കുറച്ച് എരിവൊക്കെ ഉണ്ടാവണ എന്താണ് എനിക്ക് കുറച്ച് ഇഷ്ടം. അപ്പോൾ അത് രണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇടുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. എൻ്റെ കയ്യിൽ ഫ്രോസൺ ഉണ്ട്, നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഫസ്റ്റ് നമുക്ക് കറി നമുക്ക് റെഡിയാക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ജസ്റ്റ് കഷ്ണങ്ങളൊന്നും മുങ്ങി കിടക്കുന്ന അത്രയ്ക്ക് വെള്ളം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതെ, തണുപ്പായതുകൊണ്ടേ ഇത് രണ്ട് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. വെള്ളവും അരച്ചതും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട്. കാരണം ഞാൻ അരച്ച് വെച്ചിട്ടേ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂടി വെച്ചിട്ടേ ഒരു 3-4 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം, കാരണം ഈ തേങ്ങയും കൂടിയിട്ട് ഇതിനകത്ത് കിടന്നിട്ടൊന്ന് വെന്ത് വരണം. കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് താളിച്ചിടാനുള്ളത് റെഡിയാക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കട്ടെ. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചേക്കണ കടുക് നോക്കിക്ക് ഭയങ്കര ചെറിയ കടുക. എനിക്കറിയില്ല, ഞാൻ അറിയാണ്ട് വാങ്ങിച്ചു പോയതാ. ഭയങ്കര കുഞ്ഞിതാ, പക്ഷെ എനിക്ക് വലിയ കടുകാട്ടോ ഇഷ്ടം. ഞാനിവിടെ ഒരു ഇച്ചിരി ഉലുവയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക്, കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം. ഞാനിവിടെ സവോളയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക്. ഈ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം കേട്ടോ. ശരിക്കും നമ്മുടെ നാടൻ കറിയൊക്കെയാകുമ്പോൾ താളിച്ച് ചേർക്കുമ്പോൾ ആ കറിയുടെ ഭംഗിയും ആ കറിയുടെ ടേസ്റ്റൊക്കെ വരാം. കാരണം ഇതിനകത്ത് നമ്മൾ ഏറ്റവും സവോളയിൽ ഉള്ളിയൊന്നും വഴറ്റിയിട്ടൊന്നല്ലോ ചേർക്കേണ്ടത്. ഇപ്പം താളിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ നാടൻ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. താളിച്ചൊഴിച്ചപ്പോഴാണ് ആ കറിയുടെ ശരിക്കുള്ള സ്മെല്ലൊക്കെ വന്നേട്ടാ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ കേട്ടാ. ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നതാണ് നമുക്ക്. ഇത് കോൾഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഓയിലുണ്ടല്ലോ, നല്ല വെള്ള കളറിലിരിക്കണം, അങ്ങനത്തെ ഓയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണോ യൂട്യൂബിൽ എവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടേക്കാന്ന് ലുലുന്നാന്ന് തോന്നുന്നു, ദുബായിൽ നിന്ന് കണ്ടെന്ന് തോന്നുന്നു വീഡിയോ വന്നേന്ന് തോന്നുന്നു. അവരിങ്ങനെ കാണിക്കായിരുന്നു ഇങ്ങനെ വെളിച്ചെണ്ണയുടെ ഉള്ളിലിങ്ങനെ എന്തോ ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ അങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ കിടക്കണം. ഇവിടെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും, പക്ഷെ നമ്മളത് ഉടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകും, കാരണം അത് തണുപ്പായതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവർ കൈ വെച്ചിട്ട് അത് അമർത്തിയിട്ടും അത് ഉടയുന്നില്ല. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്തോ വാക്സാ അങ്ങനെ എന്തോ സാധനമൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് നല്ല സൂപ്പർ വെളിച്ചെണ്ണ കിട്ടൂടാ. നാട്ടിലൊക്കെ ആയിരുന്നാലും എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് നല്ല പ്യൂർ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വീടുകളിൽ അടിച്ചെടുത്താൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് തേങ്ങയ്ക്കായിരുന്നാലും നല്ല വിലയായിട്ടുണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ മായം ചേർത്താലൊക്കെ കടകളിൽ കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെളിച്ചെണ്ണ കിട്ടുമായിരിക്കും കേട്ടോ. ഓക്കെ, കഴിച്ചോടിടാ. മത്തങ്ങ ഇതിൻ്റെ കൂടെ ഉടച്ചിട്ട് കഴിക്കിട്ടെങ്കിൽ മത്തങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലെ
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇതിനകത്ത് പുളിയില്ലല്ലോ, തക്കാളി ഇട്ടില്ലല്ലോ, തൈര് ഒഴിച്ചില്ലല്ലോ, അപ്പോൾ ഈ മത്തങ്ങയുടെ ഒരു മധുരം വരുമല്ലോ എന്ന്. ഭയങ്കര മധുരമില്ല, ഒരു ചെറുതായിട്ടൊരു മധുരമുണ്ട്. പക്ഷേ നമ്മൾ കറിയിൽ അത്യാവശ്യം നന്നായിട്ട് എരിവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ആ തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഭയങ്കര മധുരമൊന്നുമില്ല. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഉണക്ക കൊഞ്ചുണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ, അതും ഇച്ചിരിട്ട് അങ്ങനെയും വെക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചാലും നല്ല നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവ് വേണം, അപ്പോൾ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മത്തങ്ങയൊക്കെ നിങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടയിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് നോക്കാം. പിന്നെ മത്തങ്ങ വേവിക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഞാൻ നികത്തിയ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വെള്ളം വേണ്ട, കാരണം മത്തങ്ങയ്ക്ക് അത്രയ്ക്ക് വേവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആ മത്തങ്ങയുടെ ഒരു 3/4 ഭാഗം അത്രയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം മത്തങ്ങ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഈ കൂടുതലൊന്നും പറയണമെന്നില്ല. ഈ പുറത്ത് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് സ്നോ വീഴുന്ന കാഴ്ചകളെ കൂടിയിട്ട് പോയി കാണാം. അപ്പോൾ ഈ ആഴ്ചയിൽ എന്തായിരുന്നാലും ഒരു വീഡിയോക്ക് വെച്ചിട്ട് ഞാൻ വരാട്ടോ. നിങ്ങൾ എന്നെ മറന്നിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ലൈക്ക് ചെയ്യാനൊന്നും പറയാറൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ നോക്കുമ്പോൾ അധികം ആൾക്കാരൊന്നും ലൈക്കൊന്നും ചെയ്യണില്ല. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങളുടെ കമൻസുകൾ ഞാനെല്ലാം വായിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ വായിച്ച് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് റിപ്ലൈ തരാമെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ ആയിട്ട് റിപ്ലൈ കൊടുക്കലൊക്കെ കുറച്ച് കുറവായിരുന്നു. നിങ്ങളൊന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. ഈ കഴിയുന്നത് ഞാൻ കമൻസൊക്കെ നിങ്ങൾക്ക് എല്ലാ റിപ്ലൈ ഞാൻ തരാൻ വേണ്ടിയിട്ട് നോക്കാട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. ഞാൻ മുട്ട മുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ പൂച്ചകളുടെ കാൽപ്പാടുകൾ, നമ്മുടെ അലീന നമ്മുടെ താറാവുകൾക്ക് കുറച്ച് നമ്മുടെ അടുക്കളയിലെ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പം നേരം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. അതാ വരുന്നു കോഴികളും താറാവുകളൊക്കെ കൂടി അവിടെ ചെയ്യുമോ. ആദ്യം നമ്മുടെ കോഴികളുടെ പപ്പൊക്കെ പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഈ കോഴികൾ പൊരുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഇവരുടെ ഇങ്ങനെ പപ്പൊക്കെ പോയി ഇങ്ങനെ ആകെ ക്ഷീണിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മുട്ടയിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് ഒരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങും. ഇപ്പോൾ ഒരു നല്ല തടിക്ക് വെച്ച് ഉഷാറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗീസിനെ നോക്കി